ില്ലല്ലോ. എന്റെ കയ്യിലിരിക്കുന്നത് ശബാബ് വാരികയാണ്. ശബാബ് വാരിക 2009 സെപ്റ്റംബർ 4. ഖബറുൽ വാഹിദും വിശ്വാസവും എന്നാണ് ചോദ്യോത്തരം. എന്താ ചോദ്യം? ഒന്നോ രണ്ടോ സഹാബിമാരിൽ ഉദ്ധരിക്കപ്പെട്ട ഖബറുൽ വാഹിദ് ഹദീസുകൾ വിശ്വാസകാര്യങ്ങൾക്ക് തെളിവാക്കാൻ പറ്റില്ല എന്ന വാദം ശരിയാണോ? എന്താ ചെറിയ മുണ്ടത്തിന്റെ മറുപടി? അദ്ദേഹം ഒരുപാട് മുആദിന് യമനിലേക്ക് അയച്ച സംഭവം വിശദീകരിച്ച ശേഷം പറയാൻ, വിശ്വാസകാര്യങ്ങൾ പഠിപ്പിക്കാൻ ഒരാൾ പോരെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ മുആദിനോ ചെറിയ മുണ്ടം കൊടുത്ത മറുപടി എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബലിനെ യമനിലേക്ക് അയച്ച സംഭവം കൊടുത്തിട്ട് ചെറിയ മുണ്ടം ഏതുകാണ്? വിശ്വാസകാര്യങ്ങൾ പഠിപ്പിക്കാൻ ഒരാൾ പോരെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ മുആദിനോ തോന്നിയിരുന്നില്ലെന്നാണ് മനസ്സിലാവുന്നത്. പിൽക്കാലത്ത് മുസ്ലിങ്ങൾക്കിടയിൽ തത്വശാസ്ത്രവും തർക്കശാസ്ത്രവും സ്വാധീനം നേടിയപ്പോൾ ഇൽമു ഉണ്ടാകാൻ ഒരാളിൽ നിന്ന് അറിഞ്ഞാൽ പോരാ എന്ന ആശയം പ്രചരിച്ചു. ഒരാൾ പറയുന്ന വിവരം കൊണ്ട് വന്യ ധാരണ മാത്രമേ ഉണ്ടാകുമെന്ന് സിദ്ധാന്തിക്കപ്പെട്ടു. ഇതിന്റെ ഫലമായാണ് ചില ഹദീസ് നിദാന ഗ്രന്ഥങ്ങളിൽ ഖബറുൽ വാഹിദ് ലാ യുഫീദു ഇല്ലല്ലാഹ്, ഒരാൾ റിപ്പോർട്ട് ചെയ്ത ഹദീസ് ധാരണ അഥവാ ദൃഢമല്ലാത്ത അറിവ് ഉളവാക്കാൻ ഉപകരിക്കുന്ന ഒരു തത്വം രേഖപ്പെടുത്തപ്പെട്ടത്. വിശ്വാസത്തിന് ആധാരം ദൃഢജ്ഞാനമാണല്ലോ. എന്നാൽ തികച്ചും വിശ്വസ്തനായ ഒരു വ്യക്തി പറഞ്ഞാൽ ദൃഢബോധ്യം വരിക എന്നതാണ് മിക്കവരുടെയും അനുഭവം. അപ്പൊ ഖബറുൽ വാഹിദായ ഹദീസാണെങ്കിലും അത് വിശ്വാസ കാര്യങ്ങൾക്ക് പറ്റും, അതുകൊണ്ട് യഖീൻ കിട്ടും, ഇൽമ് കിട്ടും എന്നതാണ് ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദീനി എഴുതിയിട്ടുള്ളത്. ഇത് നിങ്ങളുടെ ശബാബ് വാരികയിൽ ഔദ്യോഗികമായിക്കൊണ്ട് മുഖാമുഖത്തിൽ വന്ന മറുപടിയാണ്. അപ്പൊ 2009 വരെ നിങ്ങളുടെ വിശ്വാസം എന്താ? ഖബറുൽ വാഹിദ് അഖീദക്ക് പറ്റും, അത് ബുഖാരിയുടേതാണെങ്കിലും പറ്റുമെന്നാണ്. എന്നാൽ അബ്ദുസ്സലാം സുല്ലിയുടെ മദ്ഹബ് നിങ്ങളുടെ പ്രസ്ഥാനത്തിൽ അതിജയിച്ചപ്പോൾ ഉണ്ടായ മാറ്റമാണിത്. ഇത് മാത്രമല്ല, ഇനി ഇൻഷാ അല്ലാഹ് ഒരുപാട് മാറ്റങ്ങൾ വിശദീകരിക്കാനുണ്ട്. അപ്പൊ സഹോദരങ്ങൾ, ഇവരുടെ ഹദീസ് നിഷേധത്തിന്റെ തുടക്കമാണിത്. ഖബറുൽ വാഹിദ് അഖീദക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ അതുവഴി നിരവധി ഹദീസുകളെ തട്ടാൻ ഇവർക്ക് കഴിയും. സിറാത്തിന്റെ ഹദീസ്, ഖബർ ശിക്ഷയുടെ ഹദീസ്, അതുപോലെ തന്നെ നുസൂലുമായി ബന്ധപ്പെട്ട വിഷയം, അതുപോലെ തന്നെ മഹ്ശറിൽ നടക്കുന്ന വിചാരണ, സിറാത്ത്, ഇങ്ങനെയുള്ള നിരവധി ഹദീസുകൾ ഇവർ തട്ടാനുള്ള കാരണം എന്താ? ഖബറുൽ വാഹിദ് അഖീദക്ക് പറ്റില്ല എന്ന് പറഞ്ഞു എന്ന. ഇനി മാത്രമല്ല സഹോദരങ്ങളെ, കേരളത്തിൽ ഈ വാദം ആദ്യം പറഞ്ഞ് പ്രചരിപ്പിച്ചത് ആരാണ്? മുജാഹിദുകളാണോ? മുജാഹിദുകളുടെ ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ ഖബറുൽ വാഹിദ് അഖീദക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഈ വാദം ആദ്യം പറഞ്ഞത് സമസ്തക്കാരാണ്. സമസ്തക്കാരായ ആളുകൾ ഇവിടെ പ്രചരിപ്പിച്ച വിശ്വാസമാണിത്. എന്റെ കയ്യിലുള്ളത് സലാം സുല്ലമി വ്യാപകമായി കൊണ്ടുദ്ധരിക്കാറുള്ള ജൗഹറത്തു തൗഹീദ് പരിഭാഷയും വ്യാഖ്യാനവും, PP അബൂബക്കർ മൗലവി നെട്ടന്നൂർ, സുന്നി പബ്ലിക്കേഷൻ സെന്റർ ചെമ്മാട്. ഇതിൽ അവർ എഴുതുകയാണ്, പിന്നെ ഇത് സംബന്ധമായി വന്നിട്ടുള്ള ഹദീസുകളെല്ലാം ആഹാദിന്റെ ഹദീസുകളാണ്. ആ നിലക്കുള്ള ഹദീസുകൾ കൊണ്ട് അവ ഉസൂലുൽ ഫിഖ് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ഉപാധികളും പൂർത്തിയായിട്ടുള്ളതാണെങ്കിൽ പോലും ഭാവനാപരമായ ഒരു അറിവ് മാത്രമേ സിദ്ധിക്കുകയുള്ളൂ, പിന്നെ ഖണ്ഡിതമായ അറിവ് ലഭിക്കുകയില്ല. ദീനിന്റെ മൗലിക വിഷയങ്ങളിലും വിശ്വാസ പ്രമാണങ്ങളിലും അടിസ്ഥാനപരമായ നിയമങ്ങളിലും ഖണ്ഡിതമായ അറിവ് ലഭിച്ചേ തീരൂ. അപ്പൊ ഖബറുൽ വാഹിദ് അഖീദക്ക് പറ്റില്ല എന്ന വിശ്വാസം സമസ്തക്കാരുടെ വിശ്വാസമാണ്. ആ വിശ്വാസമാണ് ഹദീസ് തട്ടാൻ വേണ്ടി അസീസ് മദനിയും അലി മദനിയും സംവാദത്തിലും അതിന്റെ തുടർന്നുള്ള വിശദീകരണത്തിലും ഇവിടെ അവതരിപ്പിച്ചത്. അതുപോലെ തന്നെ എന്റെ കയ്യിലുള്ള മറ്റൊരു ഗ്രന്ഥമാണ് ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ ഗ്രന്ഥമാണ്. സിഹിർ എന്ന് പറയുന്ന ടി മുഹമ്മദ് സാഹിബ് എഴുതിയിട്ടുള്ള ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ ഇമാം ബുഖാരി ഉദ്ധരിച്ച സഹീഹുൽ ബുഖാരി, ആ സഹീഹുൽ ബുഖാരിയിലെ ഹദീസുകൾ തട്ടാൻ വേണ്ടി അവർ പറഞ്ഞിട്ടുള്ള ന്യായം എന്തെന്നറിയുമോ? ഇനി ഹദീസ് സഹീഹാണെങ്കിൽ പോലും അത് ഖബറുൽ വാഹിദാണ്. ഇത്തരം ഹദീസുകൾ വിശ്വാസ കാര്യങ്ങൾക്ക് പറ്റില്ല. അപ്പൊ ഈ വിശ്വാസവും ജമാഅത്തെ ഇസ്ലാമിക്കാരന്റെ വിശ്വാസമാണ്. അവർക്കും ഹദീസ് തട്ടാൻ വേണ്ടി അവർ കൊണ്ടുവന്ന വിശ്വാസമാണ്. അപ്പൊ സമസ്തക്കാരുടെയും ജമാഅത്തെ ഇസ്ലാമിക്കാരുടെയും വിശ്വാസമാണിത്. ആ വിശ്വാസമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ ഇവിടെ ചില ആളുകൾ ചെലവാക്കാൻ നോക്കുന്നത്. അതാണ് സഹോദരങ്ങൾ ഇവരുടെ ഹദീസ് നിഷേധത്തിന്റെ തുടക്കം ഇവിടെ നിന്നാണ്. നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. നാം പറഞ്ഞു നിർത്തിയത് ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദീനി തന്നെ
ഖബറുൽ വാഹിദായ ഹദീസുകൾ വിശ്വാസത്തിന് പറ്റും എന്ന് കൃത്യമായി എഴുതി വെച്ചതാണ് നമ്മൾ കേട്ടത്. അപ്പൊ ആ വിശ്വാസത്തിൽ നിന്നും അതുപോലെ കൃത്യമായ പ്രമാണങ്ങളിൽ നിന്നും അവർ വ്യതിചലിക്കുകയും അബ്ദുസ്സലാം സുല്ലമി അദ്ദേഹത്തിന്റെ ആദർശം മടവൂർ വിഭാഗത്തിന്റെ ആദർശമായി കൊണ്ട് പരിണമിക്കുകയും ചെയ്തപ്പോഴാണ് ഈ രീതിയിലുള്ള നിഷേധങ്ങളിലേക്ക് അവർ കൂപ്പുകുത്തിയത്. ഇനി മാത്രവുമല്ല സഹോദരങ്ങളെ, ഈ വിഷയത്തിൽ അവരുടെ നിലപാട് ശരിയല്ല, അത് തനിച്ച കാപട്യമാണ് എന്നുള്ളതിന് നമ്മൾ സംവാദത്തിലും കൃത്യമായി തെളിവ് കൊടുത്തിരുന്നു. അതിൽ നമ്മൾ അന്ന് പ്രധാനമായി കൊണ്ട് ചോദിച്ചതാണ്, ഈ ഹദീസ് സമാഹാരം 1-ാം വാള്യം അഥവാ വിശ്വാസം എന്ന് പറയുന്ന ഈ 1-ാം വാള്യത്തിൽ ഇതിലുള്ള മുഴുവൻ ഹദീസുകളും മുത്തവാത്തിറാണോ എന്ന് നമ്മൾ സംവാദത്തിൽ ചോദിച്ചിരുന്നു. അതുപോലെ തന്നെ മറ്റു സന്ദർഭങ്ങളിലും ചോദിച്ചിരുന്നു. ഇതുവരെ മറുപടി വന്നിട്ടില്ല. അതുകൊണ്ട് കൃത്യമായി നിങ്ങൾ മറുപടി പറയണം. ഇതിന്റെ അസോസിയേറ്റ് എഡിറ്റർ അബ്ദുസ്സലാം സുല്ലമിയാണല്ലോ. അബ്ദുസ്സലാം സുല്ലമിയെ നിങ്ങൾ നന്ദിയിൽ കൊണ്ടുവന്ന് മറുപടി പറയിക്കണം. അദ്ദേഹമാണല്ലോ അദ്ദേഹത്തിന്റെ ബുഖാരി പരിഭാഷയിലും അല്ലാത്ത സ്ഥലങ്ങളിലും നിരവധി സ്ഥലങ്ങളിൽ ഖബറുൽ വാഹിദായ ഹദീസുകൾ വിശ്വാസത്തിന് പറ്റില്ല എന്ന് നിരവധി സ്ഥലങ്ങളിൽ എഴുതിവിട്ട ആളാണ് അബ്ദുസ്സലാം സുല്ലമി. ആ അബ്ദുസ്സലാം സുല്ലമിയാണ് ഇതിന്റെ അസോസിയേറ്റ് എഡിറ്റർ. മാത്രവുമല്ല, ഖബറുൽ വാഹിദായ ഹദീസുകൾക്ക് ഒറ്റപ്പെട്ട ഹദീസുകൾ എന്ന് പേര് പറയുന്നത് ആധുനിക ഹദീസ് നിഷേധികളാണെന്ന് ഇതിന്റെ 69-ാമത്തെ പേജിൽ പറയുന്നു. എന്നാൽ അബ്ദുസ്സലാം സുല്ലമി തന്റെ ബുഖാരി പരിഭാഷയിൽ ഖബറുൽ വാഹിദിന് കൊടുത്തിരിക്കുന്ന അർത്ഥം എന്താ? ഒറ്റപ്പെട്ട ഹദീസുകൾ. അപ്പൊ സലാം സുല്ലമിയുടെ ബുഖാരി പരിഭാഷ കണ്ടുകൊണ്ടാണോ ഈ വിശ്വാസ സമാഹാരം നിങ്ങൾ പുറത്തിറക്കിയിട്ടുള്ളത്? അപ്പൊ ഖബറുൽ വാഹിദ് ഇത് അഖീദക്ക് പറ്റില്ല എന്ന് നിങ്ങൾക്ക് പറ്റാത്ത ഹദീസുകൾ വരുമ്പോൾ നിങ്ങൾ പറയുകയും അതേസമയം പണമുണ്ടാക്കാൻ വേണ്ടി, ആളുകളുടെ പണം പിടുങ്ങാൻ വേണ്ടി നിങ്ങൾ ഇത്തരം ഹദീസുകൾ വിശ്വാസ കാര്യങ്ങൾക്ക് പറ്റില്ല എന്ന നിങ്ങളുടെ വിശ്വാസ പ്രകാരമുള്ള ഹദീസുകൾ ക്രോഡീകരിച്ച് നിങ്ങൾ ഗ്രന്ഥരൂപത്തിലാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ തെളിയിക്കണം. ഇവിടെ എന്താ തെളിയിക്കേണ്ടത്? നിങ്ങൾ ഹദീസ് സമാഹാരം 1-ാം വാള്യത്തിൽ കൊടുത്തിട്ടുള്ള മുഴുവൻ ഹദീസുകളും മുത്തവാത്തിറാണെന്ന് തെളിയിക്കാതെ, ഇല്ലെങ്കിൽ ആ വാദം നിങ്ങൾ പിൻവലിച്ചുകൊണ്ട് ഈ സമൂഹത്തോട് നിങ്ങൾ മാപ്പ് പറയണം. സഹോദര, നിങ്ങൾ എന്താ വിചാരിച്ചിട്ടുള്ളത്? അതുകൊണ്ട് ഇത് കൃത്യമായി സഹോദരൻ, ഇതാണ് അവരുടെ കാപട്യം. ഇനി മാത്രവുമല്ല ഖബറുൽ വാഹിദായിട്ടുള്ള ഹദീസുകൾ, അതിൽ ബുദ്ധിക്ക് യോജിക്കാത്ത ഹദീസുകൾ ഉണ്ടാകുമല്ലോ, അതിൽ വിശുദ്ധ ഖുർആന് യോജിക്കാത്ത ഹദീസുകൾ ഉണ്ടാകുമോ എന്നൊക്കെ പല ആളുകൾക്കും സംശയം ഉണ്ടാകാറുണ്ട്. എന്നാൽ കേട്ടോ, ഞങ്ങൾ സംവാദത്തിലും വാദിച്ചതാണ്. പിന്നീട് ഞങ്ങൾ വായിക്കുന്നു, ഒരു പ്രാവശ്യം കൂടി വായിക്കുന്നു. ഇബ്നുൽ ഖയ്യിമിന്റെ ഈ ഇബാറത്തിന് നിങ്ങൾ മറുപടി പറയണം. അബ്ദുസ്സലാം സുല്ലമി മറുപടി പറയണം. കിതാബ് തിരിയാത്ത അല്ലെങ്കിൽ വായിച്ചാൽ തെറ്റുന്ന ആളുകളെല്ലാം മറുപടി പറയേണ്ടത്. ഇൻഷാ അല്ലാഹ് ഞാനിവിടെ കാണിക്കുന്നുണ്ട് കിതാബ് ആർക്കാ തിരിയാത്തത്, ആർക്കാണ് കിതാബ് തിരിയാത്തത്, ഇൻഷാ അല്ലാഹ് കൃത്യമായി കാണിച്ചു തരാം. അതുകൊണ്ട് ഇവിടെ അബ്ദുസ്സലാം സുല്ലമിയോ അല്ലെങ്കിൽ ആരെങ്കിലും മറുപടി പറയുകയാണെങ്കിൽ ഈ ഇബ്നുൽ ഖയ്യിമിന്റെ ഇബാറത്ത് നിങ്ങൾ മറുപടി പറയണം. എന്താ അദ്ദേഹം പറഞ്ഞത്? നഹ്നു നഖൂലു ഖൗലൻ കുല്ലിയൻ നുശ്ഹിദുല്ലാഹ വ മലായികതുഹു. ഞാനിതാ ഉറപ്പിച്ചു പറയുന്നു, അള്ളാഹുവിന്റെ മലക്കുകളെ സാക്ഷി നിർത്തി പറയട്ടെ, അൻലൈസ ഫീ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ ഹദീസുകൾ ഒരിക്കലും തന്നെ ഇല്ല മാ യുഖാലിഫുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിന് വിരുദ്ധമായ ഒരു ഹദീസ് പോലുമില്ല. വലാ മാ യുഖാലിഫുൽ അഖ്ല, ഒരു മനുഷ്യന്റെ ബുദ്ധിക്ക് യോജിക്കുന്ന ഹദീസ് റസൂലുള്ളാഹിന്റെ സ്വഹീഹായ ഹദീസുകളിൽ ഇല്ല എന്ന് ഇബ്നുൽ ഖയ്യിം പറഞ്ഞിട്ടില്ലേ? അദ്ദേഹത്തിന്റെ അസ്സവായിഖുൽ മുർസല, മുഖ്തസർ സവായിഖുൽ മുർസലയിൽ പറഞ്ഞിട്ടില്ലേ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയണം. അത് നിങ്ങൾ അംഗീകരിക്കുമോ? തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയണം. അതുകൊണ്ട് സഹോദര, ഖബറുൽ വാഹിദിനെ നിങ്ങൾ തള്ളുന്നത് ഇതുപോലെയുള്ള ദുർന്യായങ്ങൾ വെച്ചുകൊണ്ടാണ്. ഇനി ഞങ്ങൾ ചോദിക്കട്ടെ, ഇവിടെ അലിമദനി സാഹിബ് പറഞ്ഞിരുന്നു, ഞങ്ങള് അലിമദനിയുടെ വിഷയാവതരണത്തിൽ 10 ചോദ്യം നമ്മളോട് ചോദിച്ചിട്ടുണ്ട് പോലും. സുബ്ഹാനല്ലാഹ്, വെറുതെ അല്ല സംവാദം കലക്കിയത്. അവരുടെ 10 ചോദ്യത്തിന്റെ അവസരം അവർ വിഷയാവതരണത്തിൽ തന്നെ കൊടുക്കുകയോ. സഹോദരൻ അന്നെന്ന് പറഞ്ഞുകൂടെ? 10 ചോദ്യം ഞങ്ങൾ ചോദിക്കുന്നുണ്ട്, കുറിച്ചോ. അപ്പൊ 10 ചോദ്യം ഞങ്ങൾ ചോദിച്ചു. എന്നാൽ ഞങ്ങൾ ഇവിടെ ചോദിക്കുന്നു, ഖബറുൽ വാഹിദ് വിശ്വാസത്തിന് പറ്റില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഞങ്ങളുടെ 1-ാമത്തെ ചോദ്യം ഇതാ പിടിച്ചോ, മറുപടി പറയണം. നിങ്ങളുടെ വിശ്വാസ സമാഹാരത്തിലുള്ള ഹദീസുകൾ മുഴുവനും
മുത്തവാത്തിറാണോ? ചോദ്യം 1. ചോദ്യം 2. ഖബറുൽ വാഹിദ് വിശ്വാസത്തിന് പറ്റില്ല എന്ന് ലോകത്ത് കഴിഞ്ഞുപോയി ഏത് മുഹദ്ദിസാണ് പഠിപ്പിച്ചിട്ടുള്ളത്? ചോദ്യം 2. ചോദ്യം 3 പിടിച്ചോ. ഖബറുൽ വാഹിദ് വിശ്വാസത്തിന് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് കിതാബുൽ ഈമാനിലോ അല്ലെങ്കിൽ കിതാബുൽ അഖ്ബാറുൽ ആഹാദിലോ മുത്തവാത്തിറായ ഹദീസ് മാത്രം കൊണ്ടുവന്ന ഒരു മുഹദ്ദിസിന്റെ പേര് പറയാമോ? 3ാമത്തെ ചോദ്യം ശരിക്കും പിടിച്ചോ. കിതാബുൽ ഈമാൻ എന്ന കിതാബില്ലാത്ത ഹദീസ് ഗ്രന്ഥങ്ങൾ കുറവാണല്ലോ. കിതാബുൽ ഈമാൻ എന്ന് പറഞ്ഞ വിശ്വാസം എന്നല്ല അർത്ഥം. ആ വിശ്വാസം പറയുന്ന ഇമാം ബുഖാരിയുടെ ഗ്രന്ഥമാവട്ടെ, ഇമാം മുസ്ലിമിന്റെ ഗ്രന്ഥമാവട്ടെ, തൽക്കാലം ബാക്കിയുള്ള കിതാബുകൾ വിടാം. ഈ കിതാബുൽ ഇമാം ബുഖാരിയുടെ കിതാബിലോ ഇമാം മുസ്ലിമിന്റെ കിതാബിലോ കിതാബുൽ ഈമാനിൽ കൊണ്ടുവന്നിട്ടുള്ള മുഴുവൻ ഹദീസുകളും മുത്തവാത്തിറാണെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ഞങ്ങളുടെ 3ാമത്തെ ചോദ്യം അതാണ്. ഇനി മാത്രവുമല്ല 4ാമത്തെ ചോദ്യം പിടിച്ചോ. നിങ്ങൾ എന്താ അവിടെ പറഞ്ഞത്? കെർമാനിയെ നിങ്ങൾ ഉദ്ധരിച്ചു, വിഷയാവതരണത്തിലും ഉദ്ധരിച്ചു, നിങ്ങളുടെ വിശദീകരണത്തിലും ഉദ്ധരിച്ചു. ഞങ്ങൾ ചോദിക്കട്ടെ, കെർമാനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ബുഖാരിയുടെ ശർഹിനെ സംബന്ധിച്ച് അൽ കവാകിബുദ് ദറാറി ശർഹു സഹീഹ് ബുഖാരി എന്നതാണ് കെർമാനിയുടെ ബുഖാരി പരിഭാഷയുടെ പേര്. ആ പരിഭാഷയെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാരെന്താ പറഞ്ഞിട്ടുള്ളതെന്നറിയോ? ഫീഹി ഔഹാമുൻ വതക്റാറുൻ കസീർ. കെർമാനിയുടെ ബുഖാരി പരിഭാഷയിൽ ഒരുപാട് വഹ്മുകൾ അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുണ്ട്, ഒരുപാട് ആവർത്തനങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെയാണ് കെർമാനിക്ക് സംഭവിച്ചൊരു വഹമാണ് ഇമാം ബുഖാരിയുടെ അഖ്ബാറുൽ ആഹാദിന്റെ വിഷയത്തിൽ അത് അഖീദക്ക് മാത്രമേ പറ്റുകയുള്ളൂ, അഖീദക്ക് പറ്റില്ല, അമലിയാത്തിന് മാത്രമേ പറ്റുകയുള്ളൂ എന്നതിനാണ് ഇമാം ബുഖാരി ഇവിടെ ഈ ഹദീസിൽ കൊണ്ടുവരാനുള്ള ഉദ്ദേശമെന്ന് കെർമാനി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ വിഷയാവതരണത്തിലും അതല്ലാതെ കെർമാനിയല്ലാതെ രണ്ടാമത് മനുഷ്യനെ നിങ്ങൾ ഉദ്ധരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ കെർമാനിയുടെ പരിഭാഷ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത്. പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഫീഹി ഔഹാമുൻ, അതിൽ കെർമാനിക്ക് ഒരുപാട് വഹമുകൾ സംഭവിച്ചിട്ടുണ്ട്. ആ വഹമിന്റെ കൂട്ടത്തിൽപ്പെട്ടതാണിത്. ഇനി ഇല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, കിതാബ് അഖ്ബാറുൽ ആഹാദ് എന്ന് പറയുന്ന ഇമാം ബുഖാരിയുടെ അവസാന ഭാഗത്തുള്ള അധ്യായത്തിൽ ഇമാം ബുഖാരി കൊണ്ടുവന്നിട്ടുള്ള മുഴുവൻ ഹദീസുകളും മുത്തവാത്തിറാണോ? അല്ല. ഇമാം ബുഖാരിക്ക് ഈ വാദമില്ല. ഇമാം ബുഖാരിക്ക് നിങ്ങളുടെ പിഴച്ച വാദമില്ല. ലോകത്ത് കഴിഞ്ഞു പോയ ആർക്കും ഈ വാദമില്ല. ഇനി മാത്രമല്ല, അബ്ദുസ്സലാം സുല്ലമി തന്റെ ബുഖാരി പരിഭാഷയിൽ തനിച്ച തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. ഇയാളുടെ തട്ടിപ്പ് ഇൻഷാ അല്ലാഹ് ഇനി ഞങ്ങൾ പുറത്തു കൊണ്ടുവരുന്നുണ്ട്. ഇനിയും നിങ്ങൾ ഇവിടെ വരണം, അബ്ദുസ്സലാം സുല്ലമിയെ കൊണ്ടുവരണം. നിങ്ങൾ ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? എന്താ മൂപ്പരെ വീട്ടിലിരുത്തുന്നത്? സംവാദത്തിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് പൂതി വെപ്പിച്ചു. ആദ്യം അവസാനം നിങ്ങൾ അദ്ദേഹത്തെ കൊണ്ടുവരാതെ വന്നു. വിശദീകരണത്തിൽ ഞങ്ങൾ പ്രതീക്ഷിച്ചു. നോട്ടീസ് നോക്കുമ്പോൾ A to Z വരെ എല്ലാ ആളുകളുമുണ്ട്. അബ്ദുസ്സലാം സുല്ലമിയെ കാണുന്നില്ല. നിങ്ങൾ കൊണ്ടുവരണം. അബ്ദുസ്സലാം സുല്ലമി കിതാബ് അഖ്ബാറുൽ ആഹാദിന്റെ പരിഭാഷയിൽ അദ്ദേഹത്തിന് വിവരക്കേട് സംഭവിച്ചിട്ടുണ്ട്. എന്താ വിവരക്കേടെന്നറിയോ? പിന്നെ ഈ അഖ്ബാറുൽ ആഹാദ് സ്വീകരിക്കേണ്ടത് ഫിസ്സിയാമി വസ്സോമി, അതുപോലെ തന്നെ വൽ ഫറായിദി. ഫറായിദിന് അബ്ദുസ്സലാം സുല്ലമി കൊടുത്ത അർത്ഥം അനന്തരാവകാശം എന്നാണ്. അനന്തരാവകാശം എന്നല്ല. അവിടെ ഫറായിദിന് അനന്തരാവകാശം എന്ന അർത്ഥം പറയൽ അബദ്ധമാണ്. അപ്പൊ മൂപ്പർക്ക് കിതാബിന്റെ ബാബന് തിരിഞ്ഞിട്ടില്ല. ഇനി മാത്രമല്ല ആ പരിഭാഷയിൽ അദ്ദേഹം പറഞ്ഞെന്താ അറിയോ? പരിഭാഷയിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ അധ്യായം ഇമാം ബുഖാരി കൊടുക്കുന്നത് തന്നെ വിശ്വാസകാര്യങ്ങൾക്ക് ഖബറുൽ ആഹാദ് പറ്റില്ല എന്ന് പറയാനാണ്. എന്റെ 4ാമത്തെ ചോദ്യം അല്ലെങ്കിൽ 5ാമത്തെ ചോദ്യം ഞാൻ ചോദിക്കുന്നു. നിങ്ങൾ അബ്ദുസ്സലാം സുല്ലമിയെ കൊണ്ട് തെളിയിക്കണം. എവിടെയാണ് ആരാണത് പറഞ്ഞിട്ടുള്ളത്? ഇമാം ബുഖാരി അങ്ങനെ ഒരു അധ്യായം കൊടുത്തിട്ടുള്ളത് ഖബറുൽ ആഹാദ് വിശ്വാസത്തിന് പറ്റില്ല എന്ന് പറയാനാണോ? അങ്ങനെയല്ല എന്ന് കേട്ടോ. എന്താ ഉള്ളത്? ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം അത് വിശദീകരിച്ചിട്ടുണ്ട്. ഈ അധ്യായം ഇമാം ബുഖാരി കൊടുക്കുന്നതിന്റെ ലക്ഷ്യം എന്താണ്? അത് റദ്ദ് ചെയ്യലാണ്. അലാ മൻ യഖൂൽ ഇന്നൽ ഖബറ ലാ യുഹ്തജു ബിഹി, ഖബറുൽ വാഹിദ് കൊണ്ട് തെളിവെടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ ആളുകൾക്ക് മറുപടി പറയാനാണ്.
ഇമാം ബുഖാരി ഈ അധ്യായം കൊടുത്തിരിക്കുന്നത് എന്ന് ഇബ്നു ഹജർ അസ്ഖലാനി പറയുമ്പോൾ അബ്ദുസ്സലാം സുലമി പറയുന്നു ഖബറുൽ വാഹിദ് കൊണ്ട് അഖീദക്ക് പറ്റില്ല എന്നുള്ളതാണ് ഇമാം ബുഖാരി ഹദീസ് കൊടുത്തത്. സുബ്ഹാനല്ലാഹ്. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ തട്ടിപ്പിന്റെ പരമ്പരയാണ് സഹോദരങ്ങളെ ഇവരിവിടെ നടത്തിയിട്ടുള്ളത്. ഇനി മാത്രമല്ല, ഇവിടെ സംസാരിച്ചിട്ടുള്ള അസീസ് മദനി സാഹിബ്, അദ്ദേഹം ഒരുപാട് നാവിട്ടടിച്ചു ഹിശാമിനെ ഒന്ന് വൈഫാക്കി കിട്ടാൻ. സഹീബിന് ബുഖാരിയിൽ വന്നിട്ടുള്ള സിഹിറിന്റെ ഹദീസിൽ വന്ന ഹിശാം എന്ന റാവിയെ ഒന്ന് ദുർബലനാക്കി കിട്ടാൻ എത്ര നേരമാണ് അയാൾ മനക്കെട്ടത്. ഇൻഷാ അല്ലാഹ് അത് നിങ്ങൾക്ക് പാരയാകും. അത് നിങ്ങൾക്ക് പാരയാകുന്ന കാഴ്ച ഞങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അതൊക്കെ പൊട്ടത്തരം പറയുമ്പോ കുറച്ചൊക്കെ ആലോചിക്കണം. വിവരക്കേട് വിളമ്പുമ്പോ അതിന്റെ അപ്പുറം ഇപ്പുറം കുറച്ചൊന്ന് ആലോചിച്ചിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. ഇനി ഹിശാമിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇവിടെ അസീസ് മദനി അദ്ദേഹം മുദല്ലിസാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തെ ലായർലാഹു കാനമാലിക്കും ലായർലാഹു, അതുകൊണ്ട് സ്വീകരിക്കാൻ പറ്റൂല, ദഈഫാണ്, ദുർബലനാണ് എന്നൊക്കെ എത്ര വായിട്ടടിച്ച് ഇവിടെ സംവാദത്തിന്റെ എന്റെ വിശാപനത്തിലും അതുപോലെ തന്നെ കുഴിപ്പുറം സുല്ലമിക്കുള്ള മറുപടിയിലും പറഞ്ഞിട്ടുണ്ടല്ലോ. ഓ സുല്ലമി, നിങ്ങൾ വായിക്കണം. കാനമാലിക്കും ലായർലാഹു. അതിന്റെ ശേഷം എന്താ? വഖദ് ഇഹ്തജ്ജ ബിഹിശാമിൻ ജമീഉൽ അയിമ്മ. ലോകത്ത് കഴിഞ്ഞു പോയിട്ടുള്ള മുഴുവൻ പണ്ഡിതന്മാരും ഹിശാമിനെ കൊണ്ട് തെളിവെടുത്തിട്ടുണ്ട്. അതിൽ ഇമാം മാലിക് പെടുമോ? ഞാൻ ചോദിച്ചിരുന്നു, മറുപടിയില്ല. ആലിമദിന് മറുപടി പറഞ്ഞിട്ടില്ല, അസീസ് മദിന് മറുപടി പറഞ്ഞിട്ടില്ല, കരിമ്പിലാക്കൽ മൗലവി മറുപടി പറഞ്ഞിട്ടില്ല. മറുപടി ഇനി സലാം സുല്ലമിക്കുണ്ടെങ്കിൽ അബ്ദുസ്സലാം സുല്ലമി നിങ്ങൾ കൊണ്ടുവരണം. മാത്രവുമല്ല, മഹാന ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് കൃത്യമായി നമ്മൾ വിശദീകരിച്ചിരുന്നു. വലാ യഖദ അഹദും മിനൽ അയിമ്മ, പണ്ഡിതന്മാരിൽ നിന്ന് ആരും തന്നെ അദ്ദേഹത്തെ വിമർശിച്ചിട്ടില്ല. മാ യൂജിബു റദ്ദ ഹദീസിഹി, അദ്ദേഹത്തിന്റെ ഹദീസിനെ തള്ളൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്ത് കഴിഞ്ഞുപോയ ഒരു മുഹദ്ദിസും വിമർശിച്ചിട്ടില്ല. എന്റെ ഉദ്ധരണി, ഇബ്നുൽ ഖയ്യിമിന്റെ ഉദ്ധരണി നിങ്ങൾ മറുപടി പറയണം. ചോദ്യം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അലിമദിന് പറഞ്ഞല്ലോ വിശാദനത്തെ 10, ഇൻഷാ അല്ലാഹ് ഇത് കഴിയുമ്പോൾ 100 ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. 100ഓളം ചോദ്യങ്ങൾ ഇൻഷാ അല്ലാഹ് എഴുതി വെച്ചോ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന അലിമദിനി സാഹിബ്, കരിമ്പിലാക്കൽ മൗലവി, അബ്ദുസ്സലാം സുല്ലമി ശ്രവിക്കുന്ന അബ്ദുസ്സലാം സുല്ലമി എഴുതി വെച്ചോ. ഇത് കേൾക്കുന്നുണ്ടാവല്ലോ ഇൻഷാ അല്ലാഹ്. എന്താ എന്റെ മറുപടി? എന്റെ ചോദ്യം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, ഈ പണ്ഡിതന്മാരിൽ നിന്ന് ഒരാൾ പോലും അഹദും മിനൽ അയിമ്മ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? പണ്ഡിതന്മാരിൽ നിന്ന് ഒരു അയിമ്മത്തിൽപ്പെട്ട ഒരാളും തന്നെ ഹിശാമിന്റെ ഹദീസിനെ തള്ളണമെന്ന രീതിയിൽ പറഞ്ഞിട്ടില്ല. എന്ത് മറുപടി പറയാനുണ്ട്? ഇനി തീർന്നില്ല. ഹിശാമിനെ പറ്റി ഇവിടെ വിളമ്പുമ്പോഴേ നിങ്ങളുടെ ജനറൽ സെക്രട്ടറി സാഹിബ് നിങ്ങളുടെ വിശദീകരണം ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ CP ഉമർ സുല്ലമി പറഞ്ഞതെങ്കിലും ഒന്ന് വായിച്ചു നോക്കണ്ടയോ? എന്താ CP പറഞ്ഞെന്നറിയോ? CP സെൻസിംഗ് മാസികക്ക് കൊടുത്ത അഭിമുഖം. എന്താ അഭിമുഖത്തിന്റെ പേര്? TP അബ്ദുള്ള കോയ മദനി പണ്ഡിതനല്ല, ചതിയിലൂടെ സംഘടന പിടിച്ചടക്കിയ രാഷ്ട്രീയക്കാരൻ. ഉമർ സുല്ലമിയുമായി കൊണ്ട് അഭിമുഖം. എന്താ അഭിമുഖത്തിലുള്ളത്? സലാം സുല്ലമിനെ പറ്റി ചോദിക്കാണ്. സലാം സുല്ലമിനെ പറ്റി ഞാൻ 60 ബുഖാരി ഹദീസുകൾ ദഈഫാക്കിയത് കൊണ്ട് മുജാഹിദുകൾക്ക് എന്ത് സുന്നത്താണ് നഷ്ടപ്പെട്ടതെന്ന് സലാം സുല്ലമി ചോദിച്ചതിനെ കുറിച്ച് സലാം സുല്ലമി പറഞ്ഞില്ലേ, ബുഖാരിയിൽ ഞാൻ 60 ഹദീസ് ദഈഫാക്കി, അത് മുജാഹിദുകൾക്ക് എന്ത് സുന്നത്ത് നഷ്ടപ്പെട്ടത്? അതിനെപ്പറ്റി CP നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഓ മടവൂർ സുഹൃത്തുക്കൾ, നിങ്ങൾ കേട്ടോ, നിങ്ങളുടെ ജനറൽ സെക്രട്ടറിയാണ് പറയുന്നത്. ശരിക്ക് കാത് തുറന്നു കേട്ടോ. ഹിശാമിനെ പറ്റി ഇനിയെങ്കിലും നിങ്ങളുടെ വിമർശനം നിർത്തണം. CPക്ക് പോയി വേദ പറഞ്ഞു കൊടുക്ക്. നന്ദിയിൽ വേദ പറയുന്നതിന് മുമ്പ് CP എന്താ പറഞ്ഞത്? സനദുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സ്വഹിയായ കിതാബാണ് ബുഖാരി. അത്ര സൂക്ഷ്മതയുള്ള മുഹദ്ദിസ് മുമ്പ് വന്നിട്ടില്ല. അതേ അവസരത്തിൽ സനദ് സഹിഹായാൽ തന്നെ മത്ന് സഹിയാകാൻ ബുഖാരി അടക്കമുള്ള മുഹദ്ദിസുകൾ ചില നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ട്. ആ നിബന്ധനയിലൂടെ ആ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് വ്യത്യാസപ്പെടും. എന്നിട്ട് അദ്ദേഹം കുറച്ച് വിശദീകരിക്കുന്നുണ്ട്. അടുത്ത ചോദ്യം, അപ്പോൾ സുല്ലമി പറഞ്ഞത് തെറ്റാണെന്നാണ് താങ്കൾ പറയുന്നത്? അപ്പൊ സുല്ലമിന്റെ മറുപടി, സുല്ലമി പറഞ്ഞത് ഏതർത്ഥത്തിലാണെന്ന് അദ്ദേഹത്തോട് ചോദിച്ചേ പറയാൻ പറ്റൂ. സനദിന്റെ കാര്യത്തിലാണ് അങ്ങനെ പറഞ്ഞതെങ്കിൽ സുല്ലമി പറഞ്ഞത് ശരിയല്ല. ഉമർ സുല്ലമി ബുഖാരിയിലെ സനദാണ് അബ്ദുസ്സലാം സുല്ലമി ദഈഫാക്കിയതെങ്കിൽ അത് ശരിയല്ല. ആരാ പറഞ്ഞത്? CP ഉമർ സുല്ലമി പറയുന്നു. മടവൂർ സുഹൃത്തുക്കളെ, നിങ്ങൾ ചിന്തിച്ചോ,
നിങ്ങൾ ചിന്തിച്ചോ ഇതെന്നാ അഭിമുഖം? 2007 നിങ്ങളുടെ ജനറൽ സെക്രട്ടറിയുടെ വാദം ഇതാണ്. ഇത് തീർന്നില്ല. ഇനി മാത്രമല്ല, അദ്ദേഹത്തിന്റെ ബുദ്ധിക്കെതിരായ ഒരു കാര്യം കണ്ടാൽ മലക്കുൽ മൗത്തിന്റെ ഒറ്റക്കണ്ണേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ബുദ്ധിക്ക് അത് സ്വീകരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. റസൂൽ പറഞ്ഞ ഇദ്ദേഹത്തിന് സ്വീകരിക്കാൻ കഴിയില്ല. ഇനി മാത്രമല്ല, അപ്പോൾ ബുഖാരിയിൽ താങ്കൾ ദഈഫായ ഹദീസുകൾ കണ്ടെത്തിയിട്ടില്ല. ആരോട്? ഉമർ സുല്ലമിനോട് ചോദിക്കാൻ. അങ്ങനെ പറഞ്ഞുകൂടാ. നമ്മുടെ അമലിനെ ബാധിക്കുന്ന കാര്യത്തിൽ ബുഖാരിയുടെ ഹദീസുകളെല്ലാം ശരിയാണ്. അമലിനെ ബാധിക്കാത്ത ചില കാര്യങ്ങളുണ്ട്. മലക്കുൽ മൗത്തിന്റെ ഒരു കണ്ണ് മൂസാ നബി അടിച്ചു പൊട്ടിച്ചു എന്നതുപോലെ അത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. ഇതിനാണ് ഹദീസ് നിഷേധം എന്ന് പറയാം. മനസ്സിലായോ? അപ്പോ ഒരു വെടിക്ക് രണ്ട് പക്ഷിയാണ്. അതുകൊണ്ട് നിങ്ങൾ മറുപടിയാണ് ഞങ്ങൾ അടുത്ത ചോദ്യം. CP ഉമർ സുല്ലമി പറയുന്നു, ഹിശാം അടക്കമുള്ള സഹീഹുൽ ബുഖാരിയിലെ സനദ് അതിനെ സംബന്ധിച്ച് സലാം സുല്ലമി വിമർശിച്ചിട്ടുണ്ടെങ്കിൽ ആ വിമർശനം ശരിയല്ല എന്ന് നിങ്ങളുടെ നേതാവായിട്ടുള്ള CP ഉമർ സുല്ലമി പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല നിങ്ങളുടെ ഹദീസ് സമാഹാരത്തിൽ ബുഖാരിയെ സംബന്ധിച്ച് നിങ്ങൾ എന്താ എഴുതി വിട്ടിട്ടുള്ളത്? ഇതിന്റെ 106-ാമത്തെ ഹദീസ്. അടുത്ത ചോദ്യം കേട്ടോ, പിടിച്ചോ. അടുത്ത ചോദ്യമാണത്. ഇത് ഹദീസ് സമാഹാരത്തിൽ പ്രമുഖ ഹദീസ് പണ്ഡിതന്മാരും അവരുടെ ഗ്രന്ഥങ്ങളും. ഒന്ന് അൽ ബുഖാരിയെ സംബന്ധിച്ച് പറയാൻ, ഇതിൽ നിന്ന് നിവേദക ശ്രേണി ശരിയായതു മാത്രം തന്റെ സഹീഹിൽ ക്രോഡീകരിച്ചു. അഥവാ സനദ് ശരിയായ ഹദീസ് മാത്രമേ ഇമാം ബുഖാരി തന്റെ സഹീഹിൽ ക്രോഡീകരിച്ചിട്ടുള്ളൂ എന്ന് അബ്ദുസ്സലാം സുല്ലമി അസോസിയേറ്റ് എഡിറ്ററായ നിങ്ങളുടെ വിശ്വാസ സമാഹാരത്തിൽ പറയുന്നു. ഇനി ഞാൻ ചോദിക്കട്ടെ, ഹിശാം, അടുത്ത ചോദ്യമാണ് ഇതിന്റെ അടുത്ത ചോദ്യമാണ്, ശരിക്കും എഴുതി വെച്ചോ. ഹിശാം ദുർബലനായ റാവിയാണെങ്കിൽ സഹീഹുൽ ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലും കൂടി 282ഓളം ഹദീസുകളുണ്ട്. 282ഓളം ഹദീസുകൾ ബുഖാരിയിലും മുസ്ലിമിലുമായി കൊണ്ടുണ്ട്. അത് മുഴുവൻ നിങ്ങൾ തള്ളുമോ? അടുത്ത ചോദ്യം. ഇനി അടുത്ത ചോദ്യം കേട്ടോ. ഈ നിങ്ങളുടെ ഹദീസ് സമാഹാരത്തിൽ തന്നെ ഹിശാം അൻ ഉർവ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിരവധി ഹദീസുകൾ കൊടുത്തിട്ടുണ്ട്. മാത്രവുമല്ല, ഹദീസിന്റെ പരമ്പര പഠിപ്പിക്കുമ്പോൾ അതിന്റെ ഉദാഹരണം കൊടുത്തത് ഏതാ? ഹിശാമിന്റെ ഹദീസ്. കണ്ടോ? അപ്പോ അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ നിങ്ങൾ ഹിശാമിനെ എടുക്കുന്നു, ഇല്ലാത്തപ്പോൾ നിങ്ങൾ ഹിശാമിനെ തള്ളുന്നു. ഇനി മാത്രമല്ല, ഹിശാം മുദല്ലിസായ റാവിയാണെന്ന് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് തദ്ലീസ് എന്താണെന്നറിയോ? അഖ്സാമു തദ്ലീസ് എന്താണെന്നറിയോ? പിന്നെ ഹിശാമിന്റെ തദ്ലീസിന് കുഴപ്പമില്ല എന്നതാണ് മുഹദ്ദിസുകളായ മുഴുവൻ ആളുകളും അത് വിശദീകരിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഹിശാമിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കാന മാലിക്കുൻ ലാ യർലാഹു വായിച്ചു, അതുപോലെ തന്നെ അസീസ് മദിനി കട്ട് വായിച്ചു. ഇവിടെ യഅ്കൂബിന് ശൈബ പറഞ്ഞത് എന്താണെന്ന് വായിച്ചു. ബാക്കി വായിച്ചിട്ടില്ല. ഹാദാ ഹുവ തദ്ലീസ് എന്ന് പറഞ്ഞു നിർത്തി. നിങ്ങളുടെ സ്ഥിരം പണിയാണിത്. ഇബാറത്തുകൾ കട്ടുമുറിച്ച് അള്ളാഹുവിന്റെ ഖുർആന്റെ പേരിൽ കളവ് പറഞ്ഞ് നിങ്ങൾ ഈ വാദം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി മാത്രമല്ല, യഅ്കൂബിന് ശൈബ ഇമാം മാലിക് പറഞ്ഞതിനെ സംബന്ധിച്ചിടത്തോളം ഫഖദ് ഹുക്കിയ അൻ മാലികിൻ ഫീ ശൈഉൻ അശദ്ദു മിൻ ഹാദാ ഫഹുവ മഹ്മൂലുൻ അലാ മാ ഖാല യഅ്കൂബ്. ഇമാം മാലിക് കാന ലാ യർലാഹു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനെ സംബന്ധിച്ചിടത്തോളം പറയേണ്ടത് എന്താണ്? അത് പിന്നെ യഅ്കൂബിന് ശൈബ പറഞ്ഞതിനെ സംബന്ധിച്ചാണ് മഹ്മൂൽ ചെയ്യേണ്ടത്. അതിലേക്കാണ് കൂട്ടിയോജിപ്പിക്കേണ്ടത്. അതെന്താണ്? ഹിശാമുൻ സബ്തുൻ സിഖത്തുൻ. ഹിശാമിന് കുഴപ്പമില്ല. ഹിശാം ഒരിക്കലും ദുർബലനല്ല എന്നതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണ് സഹോദരങ്ങളെ അതുമായി കൊണ്ട് ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പൊ ചുരുക്കത്തിൽ ഹിശാം എന്ന റാവി ആ ഹദീസിലുള്ളത് കൊണ്ട് ഹദീസ് സ്വീകാര്യമല്ല എന്ന് ഇനി മേലിൽ നിങ്ങൾ പറയാൻ പാടില്ല. ഇനി മേലിൽ ഇൻഷാ അല്ലാഹ് ഈ പ്രസംഗം കഴിയുമ്പോൾ ഇനി ഒരിക്കലും നിങ്ങൾ മുണ്ടൂല. ആ രീതിയിൽ ഇൻഷാ അല്ലാഹ് ഞങ്ങൾക്ക് ഹിശാം നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് നിങ്ങൾക്ക് ഹിശാമിന് ആവശ്യമുണ്ട്, ഇല്ലെങ്കിൽ നിങ്ങൾ തള്ളും. ഇനി ഇവിടെ റസൂലുള്ളാഹിക്ക് സിഹിർ ബാധിച്ച ഹദീസിനെയാണ് ഇവർ കൃത്യമായിക്കൊണ്ട് ഇവിടെ പച്ചയായിക്കൊണ്ട് വിമർശിച്ചിട്ടുള്ളത്. എന്റെ കയ്യിലുള്ള ശബാബ് വാരിക 2002 ഒക്ടോബർ മാസത്തിലെ 11-ാമത്തെ ആ ദിവസത്തിൽ ഇറങ്ങിയ ശബാബ് വാരികയിൽ അബ്ദുസ്സലാം സുല്ലമി എഴുതുന്നു. എന്താ എഴുതിയത്? വിശ്വാസ കാര്യങ്ങൾക്ക് പോലും മുജാഹിദ് പണ്ഡിതന്മാർക്ക് ഭിന്നതയുണ്ടായിരുന്നെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഞങ്ങൾ 1-ാമത്തെ പ്രബന്ധത്തിൽ പ്രകാരം എഴുതി. അഥവാ ഈ പിന്നെ ചർച്ചയിൽ അവരുടെ പ്രബന്ധത്തിൽ അവർ എഴുതിയത് എന്താ കേട്ടോ?
സിഹിറിന് ഹഖീഖത്തില്ല, അതുപോലെ തന്നെ സിഹിറിന് യാഥാർത്ഥ്യമില്ല എന്ന് പറയുന്ന ആളുകളാണ് നിങ്ങൾ റസൂലുള്ളാഹിന്റെ സിഹിർ നിങ്ങൾ അംഗീകരിക്കുന്നില്ല. എന്നാൽ അബ്ദുസ്സലാം സുല്ലമിയുടെ ലേഖനത്തിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. പൂർവികരും ആധുനികരുമായ സലഫികളിൽ ബഹുഭൂരിപക്ഷവും സിഹിർ ഫലിക്കുമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹിർ ഫലിക്കുകയുണ്ടായിട്ടുണ്ടെന്നും വിശ്വസിക്കുന്നവരാണ്. എന്താ പറഞ്ഞത്? ലോകത്ത് കഴിഞ്ഞുപോയ സലഫികളിൽ മഹാഭൂരിപക്ഷം സിഹിർ ഫലിക്കുമെന്നും പ്രവാചകന് സിഹിർ ബാധയുണ്ടായിട്ടുണ്ടെന്നും വിശ്വസിക്കുന്നവരാണ്. ഞാൻ ചോദിക്കട്ടെ, അലി മദനി സാഹിബ് ഇവിടെ വിശ്യാവരണത്തിൽ പറഞ്ഞല്ലോ സിഹിറിന് യാഥാർത്ഥ്യമുണ്ടെന്ന് വിശ്വസിക്കുന്നത് ജൂദായിസമാണെന്ന് പറഞ്ഞിട്ടില്ലേ? എങ്കിൽ ഈ ലോകത്ത് കഴിഞ്ഞുപോയ ബഹുഭൂരിപക്ഷം ആളുകളും ജൂതന്മാരാണോ? നിങ്ങൾ അടുത്ത ചോദ്യമാണ് നിങ്ങൾ പറയണം. മാത്രമല്ല റസൂലുള്ളാഹിക്ക് സിഹ്ർ ഫലിച്ചു എന്നത് ഈ അബ്ദുസ്സലാം സുല്ലമി പറയുന്നു, ബഹുഭൂരിപക്ഷം സലഫി പണ്ഡിതന്മാരും അംഗീകരിച്ചിട്ടുണ്ട്. എങ്കിൽ എന്റെ അടുത്ത ചോദ്യം ഇതാണ്: ഈ സിഹിറിന്റെ ഹദീസിനെ അംഗീകരിച്ച ബഹുഭൂരിപക്ഷം സലഫി പണ്ഡിതന്മാരും മുൻഗാമികളായ മുഹദ്ദിസുകളെല്ലാം ജൂതന്മാരാണോ? അത് നിങ്ങൾ കൃത്യമായി വിശദീകരിക്കേണ്ടതുണ്ട്. ഇനി മാത്രമല്ല സഹോദരങ്ങളെ, ഇത് ഇപ്പൊ നിങ്ങൾക്ക് സിഹിറിന്റെ ഹദീസ് പറ്റൂല, എന്നാൽ 2005 ജനുവരി 21 ഹദീസ് ശവാബിൽ എന്താ വിശദീകരിച്ചിട്ടുള്ളത്? സിഹിറിന്റെ ഹദീസിനെ പറ്റിയാണ് ചോദ്യം. സിഹിറും ഹദീസും എന്നാണ് ചോദ്യം. ആ ചോദ്യത്തിൽ നിങ്ങൾക്ക് മിണ്ടാൻ കഴിയില്ല. നിങ്ങൾക്ക് ഞങ്ങൾ സംവാദത്തിൽ ഉദ്ധരിച്ചിരുന്നു. മിണ്ടിയോ കരിമ്പിലാക്കൽ മൗലവി നിങ്ങൾ ഇവിടെ പറഞ്ഞുകൊണ്ട് ഒരുപാട് നുണയും കുളൂസും അടിച്ച് ഇവിടെയല്ലേ ചെയ്തിട്ടുള്ളത്. ഈ ശബാബിനെ പറ്റി നിങ്ങൾ മിണ്ടണം. അബ്ദുസ്സലാം സുല്ലമിയെ കൊണ്ട് നിങ്ങൾ മിണ്ടിക്കണം. വെറുതെ ബൈലക്സിൽ ഇരുന്നിട്ട് കരഞ്ഞാൽ പോരാ, കരയണം. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കരയണം. പക്ഷേ ഈ തെറ്റുകൾ നിലനിർത്തിക്കൊണ്ട് കരഞ്ഞിട്ട് കാര്യമില്ല. ഇമാരി വിശ്വാസവും അതുപോലെ തന്നെ അഖലാനിയത്തും മുഅ്തസിലിയത്തും ചേകനൂരിസവും മനസ്സിൽ കുത്തി നിറഞ്ഞിട്ട് എത്ര കരഞ്ഞിട്ടും കാര്യമില്ല. ദുനിയാവിലും കരയേണ്ടി വരും, പരലോകത്തിലും കരയേണ്ടി വരും. ഈ ശബാബിനെ സംബന്ധിച്ച് നിങ്ങൾ മിണ്ടണം. 2005 ചെറിയ മുണ്ടം എഴുതിയതാണ്. ആ ചെറിയ മുണ്ടം ഇപ്പോഴും നിങ്ങളുടെ മർക്കസ് താവയിലാണ്. മുജാഹിദ് സെന്ററിലേക്കും അതുപോലെ തന്നെ അതൊന്നും പിന്നെ അദ്ദേഹം എത്തി നോക്കിയിട്ടില്ല. ആ മർക്കസ് ദഅവയിൽ ഇപ്പോഴും ഇരിക്കുന്ന ചെറിയ മുണ്ടൻ 2005 എന്താ എഴുതിയത്? ഈ സിഹിറിന്റെ ഹദീസിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വിശ്വസ്തരായ റിപ്പോർട്ടർമാരുടെ പരമ്പരയുടെ ഉദ്ധരിക്കപ്പെട്ട ഹദീസിൽ തെറ്റ് സംഭവിക്കാൻ വളരെ വിദൂരമായ സാധ്യത മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് സിഹിറിന്റെ സംബന്ധിച്ച ഹദീസിന്റെ നിവേദക പരമ്പരയിൽ ആക്ഷേപിക്കപ്പെട്ട വ്യക്തികൾ ആരെങ്കിലും ഉള്ളതായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടില്ല. അബ്ദുസ്സലാം സുല്ലമിന്റെ വാദമൊന്ന് പൊന്തിയിട്ടില്ല. മിണ്ടാതിരിക്കണം മുപ്പര്. മനസ്സിലായില്ലേ? അന്ന് പൂച്ച പുറത്തിയാടിയിട്ടില്ല എന്നർത്ഥം. ഒരു ഹദീസ് വിശ്വസ്തർ മുഖേനയാണ് ഉദ്ധരിക്കപ്പെട്ടതെങ്കിൽ അതിന്റെ ഉള്ളടക്കം നമുക്ക് വ്യക്തമായി ബോധ്യപ്പെടാത്തതിന്റെ പേരിൽ അതിനെ തള്ളി പറയുന്നത് നമുക്ക് ദോഷകരമാവാൻ സാധ്യതയുണ്ട്. ചെറിയ മുണ്ടത്തിന് ഉപദേശം കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യഥാർത്ഥത്തിൽ പറഞ്ഞതോ ചെയ്തതോ അവിടുത്തെ ജീവിതത്തിൽ സംഭവിച്ചതോ ആയ ഒരു കാര്യത്തിൽ തള്ളി പറയാൻ ഇടയാകുക എന്നുള്ളത് ഗൗരവമുള്ള വിഷയമാണല്ലോ. അപ്പൊ ചെറിയ മുണ്ട് അംഗീകരിച്ചു, 2005 അംഗീകരിച്ചു. ഞാൻ ചോദിക്കട്ടെ, എന്റെ അടുത്ത ചോദ്യം ഇതാണ്. ശരിക്കും നിങ്ങൾ ശ്രദ്ധിക്കണം. എന്റെ അടുത്ത ചോദ്യം ഇതാണ്. 2005 ജനുവരി 21 ഇറങ്ങിയ ഈ ശബാബിൽ വന്ന ചോദ്യോത്തരം അടുത്ത ലക്കം ശബാബിൽ പുനഃപ്രസിദ്ധീകരിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? എന്റെ അടുത്ത ചോദ്യം. 2005 ഈ മാസത്തിൽ വന്ന ചെറിയ മുണ്ടത്തിന്റെ മറുപടി അടുത്ത ലക്കം ശബാബിൽ പുനഃപ്രസിദ്ധീകരിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഇല്ലെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന ഏത് ആയത്താണ് മൻസൂഖായത്, ഏത് വിശ്വാസമാണ് മൻസൂഖായത്, നിങ്ങൾ ആളുകളോട് പറയണം. വെറുതെ അവിടെ നിന്നിട്ട് നുണ പറഞ്ഞു പോയാൽ പോരാ, കളവ് പറഞ്ഞു പോയാൽ പോരാ. അതുകൊണ്ട് എന്റെ ചോദ്യം നിങ്ങൾ കൃത്യമായി സഹോദരങ്ങൾ മനസ്സിലാക്കണം. ഇനി മാത്രമല്ല ഈ ഹദീസിനെ നിഷേധിച്ചവർ ആരൊക്കെയാണ്? ഈ ഹദീസിനെ മുബ്തദിഅകളായ ആളുകൾ നിഷേധിച്ചു എന്ന് ഞങ്ങൾ സംവാദത്തിൽ പറഞ്ഞിട്ടുണ്ട്. അലി മദനി സാഹിബ് ഇത് കേട്ടിട്ടില്ല. കരിമ്പിലാക്കൽ മൗലവിക്ക് ഇത് തിരിഞ്ഞിട്ടുണ്ടാകൂല. അതുപോലെ ലത്തീഫ് മൗലവിക്ക് അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്കാണെങ്കിൽ ഇത് മറുപടി പറയാനും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് സലാം സുല്ലമിക്ക് തിരിയുമല്ലോ അൻകറൽ മുബ്തദിഅതു ഹാദൽ ഹദീസ എന്ന് ഇമാം മാസുരി പറഞ്ഞിട്ടുണ്ട്. അഥവാ മുബ്തദിഅകളായ ആളുകൾ ഈ ഹദീസിനെ നിഷേധിക്കുന്നു. പുത്തൻവാദികളായ ആളുകൾ എന്ന് പറഞ്ഞ പ്രവാചകൻ പഠിപ്പിച്ച ബിദ്അത്തിന്റെ ആളുകൾ ഈ റസൂലുള്ളാഹിക്ക് സിഹ്ർ ബാധിച്ചു എന്ന് പറയുന്ന ഹദീസിനെ നിഷേധിച്ചിട്ടുണ്ടെന്ന് ഇമാം മാസുരി പറഞ്ഞിട്ടുണ്ട്. ഇമാം മാസുരിയുടെ ഉദ്ധരണി ഇബ്നു ഹജർ എടുത്തു കൊടുത്തിട്ടുണ്ട്, ഇമാം നവവി എടുത്തു കൊടുത്തിട്ടുണ്ട്, ഇമാം റാസി എടുത്തു കൊടുത്തിട്ടുണ്ട്.
അതുകൊണ്ട് ആരാണ് ഈ മുബ്തദികൾ നിങ്ങൾ പറയേണ്ടതുണ്ട്. മാത്രവുമല്ല ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞല്ലോ, ഈ ഹദീസിനെ സംബന്ധിച്ചിടത്തോളം വഖദ് ഇത്തഫഖ അസ്ഹാബു സഹീഹൈനി അലാ തസ്ഹീഹ് ഹാദൽ ഹദീസ്, ഈ ഹദീസ് സ്വഹീഹാണെന്ന വിഷയത്തിൽ ബുഖാരി മുസ്ലിം യോജിച്ചിട്ടുണ്ട്. വലം യതകല്ലം ഫീഹി അഹദുൻ മിൻ അഹ്ലിൽ ഹദീസ് ബികലിമത്തിൻ വാഹിദ, അഥവാ അഹ്ലുൽ ഹദീസിൽപ്പെട്ട ഒരു പണ്ഡിതൻ പോലും, അഹ്ലുൽ ഹദീസിൽപ്പെട്ടിട്ടുള്ള ഒരു പണ്ഡിതൻ പോലും ഈ ഹദീസിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്റെ അടുത്ത ചോദ്യം, ഈ ഹദീസിനെ സംബന്ധിച്ച് ഇബ്നുൽ ഖയ്യിം പറഞ്ഞിട്ടുള്ള നിങ്ങൾ അംഗീകരിക്കുമോ? കൃത്യമായി വിശദീകരിക്കണം. ഇനി മാത്രമല്ല സഹോദരങ്ങളെ, ഞാൻ ഇവിടെ പിന്നെ ആ സിഹറിന്റെ ഹദീസ് അംഗീകരിച്ചിട്ടുള്ളവർ പരമ്പര എന്റെ വിശ്വാവനത്തിൽ പറഞ്ഞിരുന്നു. കൂട്ടത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽപ്പെട്ട ഒരു പണ്ഡിതൻ പോലും, അബ്ദുസ്സലാം സുല്ലമിയുടെ രംഗപ്രവേശനത്തിന് മുമ്പ് ഒരു പണ്ഡിതൻ പോലും ഈ സിഹറിന്റെ ഹദീസ് നിഷേധിച്ചുകൊണ്ട് രംഗപ്രവേശം ചെയ്തിട്ടില്ല. അമാനി പോലും നിഷേധിച്ചിട്ടില്ല. അബ്ദുസ്സലാം സുല്ലമിയുടെ ഉപ്പയായി അലവി മൗലവി നിഷേധിച്ചിട്ടില്ല. പി കെ മൂസവൽ നിഷേധിച്ചിട്ടില്ല. കെ മൗലവി നിഷേധിച്ചിട്ടില്ല. മുഹമ്മദ് മൗലവി നിഷേധിച്ചിട്ടില്ല. ആരും നിഷേധിച്ചിട്ടില്ല. ഉമർ മൗലവി നിഷേധിച്ചിട്ടില്ല. ഉമർ മൗലവിയുടെ തഫ്സീർ നമ്മൾ ഉദ്ധരിച്ചു. ആ ഉദ്ധരിക്കുന്ന ഭാഗം നിങ്ങളൊന്ന് കേട്ടോളൂ. അദ്ദേഹത്തിന്റെ തഫ്സീറാണ്. ആ തഫ്സീറിൽ നിങ്ങളിപ്പോൾ ചേകനൂരികളെ പോലെ ഓതിക്കൊണ്ടിരിക്കുന്ന എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് സൂറത്തുൽ ഫുർഖാനിൽ പറഞ്ഞ ആയത്ത് വിശദീകരിച്ച് എന്താ ഉമർ മൗലവി പറഞ്ഞു? നിങ്ങൾക്ക് ഒരു ഉമർ മൗലവിയില്ല, ആരും നിങ്ങളെ കൂടല്ല, നിങ്ങളൊരു സലാം സുല്ലമിയും കുറച്ച് ആളുകൾ മാത്രമുണ്ട്. മാത്രമല്ല നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ എല്ലാവരും ഇല്ല. റഊഫ് നദീവുണ്ടോ? റഊഫ് നദീവ് സിഹറിന്റെ ഹഖീഖത്ത് നിഷേധിക്കുന്നുണ്ടോ? ഇല്ല. കണ്ണൂർ നിഷേധിക്കോ? മാത്രവുമല്ല എം നദവി, അതുപോലെ തന്നെ ചെറിയ മുണ്ടം. അപ്പൊ നിങ്ങളുടെ എത്ര ഗ്രൂപ്പാ? നിങ്ങളുടെ ജമിയത്തിലും കൂടിയാൽ ഇപ്പൊ എത്ര സിഹറിനെ സംബന്ധിച്ച് നീ കേട്ടോ, ആരോ മാരണം ചെയ്തിട്ട് ചിത്രഭവം സംഭവിച്ച ഒരാളാണ് ഇവർ. അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് നടക്കുന്നത്. അതല്ലാതെ യാതൊരു കുഴപ്പമുണ്ടാക്കാൻ കാരണമില്ല എന്നവർ പറഞ്ഞു. അവരുടെ ഈ പറച്ചിൽ വലിയ അക്രമമാണ്. ഇവിടെ ഒരു കാര്യം ഉണർത്താനുണ്ട്. ബുഖാരിയിൽ ഒരു കള്ള ഹദീസ് ഉണ്ടെന്ന് ആരോപിക്കുന്ന ഒരു കൂട്ടർ പറയുന്നു, ഒരു യഹൂദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിഹ്ർ ചെയ്തെന്ന് ബുഖാരി ഹദീസ് ഉണ്ട്, അത് ഈ ആയത്തിനെതിരാണ് എന്ന്. ശരിക്കും കേട്ടോളി. സിഹ്ർ ബാധിച്ച ആളെ വിശ്വാസികൾ പിൻപറ്റിയെന്ന് കാഫിറുകൾ പറഞ്ഞു എന്നുള്ളതാണ് വിഷയം. അതുകൊണ്ട് ഇവിടെ ഒരു കുഴപ്പവുമില്ല. സിഹ്ർ ബാധിച്ച ആളെ പിൻപറ്റിയെന്നത് താന്തോന്നികൾ പറഞ്ഞത്. ഇനി ഹദീസിലുള്ളത് എന്താണെന്ന് ശരിക്കും പരിശോധിച്ചാൽ, ഒരാൾ സിഹ്ർ ചെയ്തു, വൈകാതെ തന്നെ അള്ളാഹു രക്ഷിച്ചു എന്നാണ് ചുരുക്കം. അത് നിഷേധിക്കേണ്ട കാര്യമെന്ത്? ഉമർ മൗലവി നിങ്ങളോട് ചോദിക്കുന്നു, അത് നിഷേധിക്കേണ്ട കാര്യമെന്ത് എന്ന് ഉമർ മൗലവി ചോദിച്ച് നമ്മൾ ഉദ്ധരിച്ചിരുന്നു. അതിന് ഇവിടെ സംസാരിച്ച ലത്തീഫ് മൗലവിയുടെ മറുപടി ബഹു രസമാണ്. നിങ്ങളാ മറുപടി ഒന്ന് കേട്ടോളൂ. ഇവർ പറഞ്ഞിരിക്കുന്ന ഉമർ മൗലവിയുടെ പേരിൽ ഒരുപാട് കള പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പരിഭാഷയിൽ സിഹിർ ഫലിക്കും എന്ന രൂപത്തിലൊക്കെ എഴുതിയിട്ടുണ്ട്. ഉമർ മൗലവി തന്നെയാണോ അത് എഴുതിയത് എന്ന് അവരുടെ കൂടെ നിൽക്കുന്ന മുബാറക്കല്ലാത്ത മറ്റു വല്ല മക്കളും പറയുകയാണെങ്കിൽ നമുക്ക് ആലോചിച്ചോക്കാം. കാരണം ഉമർ മൗലവി മരണപ്പെട്ട് ഒരു 10 പതിറ്റാണ്ട് കഴിഞ്ഞ് ഇറങ്ങുന്ന ഒരു ഗ്രന്ഥത്തിൽ ഉമർ മൗലവി ഇങ്ങനെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കണമെങ്കിൽ മിനിമം തലക്ക് കൃത്യമായ സുഖമുള്ള ഒരാളെങ്കിലും കിട്ടണം. അത്ര ഞാനിൽ പറഞ്ഞു. അത്ര പറഞ്ഞാൽ മതി. ഇപ്പൊ ആർക്കാ തലക്ക് സുഖമില്ലാത്തെന്ന് വ്യക്തമായി മനസ്സിലാവും. ഞാൻ ലത്തീഫ് മൗലവിയോട് ചോദിക്കട്ടെ. എന്റെ അടുത്ത ചോദ്യം, ഉമർ മൗലവിയുടെ അദ്ദേഹത്തിന്റെ ഖുർആൻ പരിഭാഷ ഉമർ മൗലവിയുടേതല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ ധൈര്യമുണ്ടോ? ഉമർ മൗലവി എഴുതിയ പരിഭാഷ അദ്ദേഹത്തിന്റേതല്ല, അത് ആരോ പിന്നീട് കടത്തിക്കൂട്ടിയുണ്ടാക്കിയതാണെന്ന് പറയാൻ നിങ്ങൾക്ക് ഈ നന്ദിയിൽ വന്നുകൊണ്ട് ഒരു പ്രാവശ്യം കൂടി പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ജീവിക്കുന്ന തെളിവുകൾ ഞങ്ങൾ ഹാജരാക്കും. അപ്പൊ നിങ്ങൾക്ക് പറ്റാത്തത് എന്തെങ്കിലും ദുർന്യായം പറഞ്ഞ് ഉമർ മൗലവിയുടെ തഫ്സീറിൽ വന്നത് നിങ്ങൾക്ക് അടിയാണ്. സാധാരണക്കാരത് വായിച്ച് മനസ്സിലാക്കും. അതുകൊണ്ട് ആ ഭാഗ ചപ്പടാശി പറഞ്ഞതുകൊണ്ടൊന്നും ലത്തീഫ് മൗലവി രക്ഷപ്പെടുകയില്ല. ഇനി സഹോദരങ്ങളെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽപ്പെട്ട എല്ലാ പണ്ഡിതന്മാരും ഇത് വിശദീകരിച്ചിട്ടുണ്ട്. മാത്രവുമല്ല അവരുടെ കൂട്ടത്തിൽ തന്നെ പെട്ടിട്ടുള്ള അദ്റൂഫ് മദനിയും എല്ലാ ആൾക്കാരും വിശദീകരിച്ചത് പലപ്പോഴും നിങ്ങൾ കേട്ടിട്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇനി സംവാദത്തിൽ ഇവർ കാര്യമായി കൊണ്ട് കുടുങ്ങിയ ഒന്നാണല്ലോ അള്ളാഹുവിന്റെ ഖുർആന്റെ പേരിൽ ഇവർ പറഞ്ഞ കളവ്. അഥവാ എന്താ കളവ്?
അവർ കൃത്യമായി കൊണ്ടത് വിശ്വാസവും പുണ്യകർമ്മങ്ങളും ഉള്ളവനാണെങ്കിൽ അവന് സംഗീതം അനുവദനീയമാണെന്ന് ഖുർആൻ പ്രസ്താവിക്കുകയും ചെയ്യുന്നു. ആ ആയത്ത് എവിടെ എന്ന് ഞങ്ങൾ സംവാദത്തിൽ ചോദിച്ചിരുന്നു. അപ്പോൾ സംവാദത്തിൽ സൂറത്ത് ശുഅറാഇന്റെ അവസാന ഭാഗത്തുള്ള ആയത്ത് അവർ ഓതി. ഇവിടെ വിശദീകരണത്തിലും സൂറത്ത് ശുഅറാഇന്റെ അവസാന ഭാഗം നോക്കാൻ വേണ്ടി അവർ പറയുന്നു. ആ ഭാഗം നിങ്ങളൊന്ന് കണ്ടോളൂ. അപ്പോ ആ ആയത്ത് പിന്നെ വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ശുഅറാഇന്റെ അവസാന ഭാഗത്തുള്ള 4 ആയത്തുകൾ നിങ്ങൾ നോക്കണം. അതിന് നിങ്ങളുടെ നേതാക്കന്മാരായ പിന്നെ പറപ്പൂരും അതുപോലെ തന്നെ ചെറിയ മുണ്ടവും കൊടുത്തിട്ടുള്ള അടിക്കുറിപ്പ് നിങ്ങൾ നോക്കണം എന്ന് വീണ്ടും ഇവിടെ വിശദീകരണത്തിൽ ആവർത്തിച്ചു. ഞാൻ ചോദിക്കട്ടെ എവിടെയാണ് ആ സൂറത്ത് ശുഅറാഇന്റെ അവസാന ഭാഗത്ത് സംഗീതമെന്ന വാക്കുള്ളത്? സംഗീതമെന്ന വാക്കുള്ളത് നിങ്ങൾ എന്താ എഴുതിയിട്ടുള്ളത്? വിശ്വാസവും പുണ്യകർമ്മവും ഉള്ളവനാണെങ്കിൽ അവന് സംഗീതം അനുവദനീയമാണെന്ന് ഖുർആൻ പ്രസ്താവിക്കുന്നതല്ലേ? എന്റെ ശബ്ദം ശ്രവിക്കുന്ന മടവൂർ സുഹൃത്തുക്കളെ, നിങ്ങളിത് മനസ്സിലാക്കണം. നിങ്ങളുടെ നേതാവ് എന്താ എഴുതിയത്? പാട്ട് അനുവദനീയമാണെന്നല്ല, കവിത അനുവദനീയമാണെന്നല്ല, സംഗീതം അനുവദനീയമാണെന്നാണ്. സൂറത്ത് ശുഅറാഇന്റെ അവസാന ഭാഗത്ത് എവിടെയാണ് സംഗീതം എന്നുള്ള വാക്കുള്ളത്? ചെറിയ മുണ്ടം കൊടുത്ത അടിക്കുറിപ്പിൽ എവിടെയാണ് സംഗീതം എന്ന വാക്കുള്ളത്? ആ വാചകത്തിന്റെ ഫോട്ടോസ്റ്റാറ്റ് നിങ്ങൾ നന്ദിയിൽ ഒട്ടിക്കുവാൻ തയ്യാറുണ്ടോ? അടുത്ത ശബാബ് വാരികയിൽ അതൊന്ന് സ്കാൻ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? നിങ്ങൾ കളവ് പറയരുത്. അള്ളാഹുവിന്റെ ഖുർആന്റെ പേരിൽ നിങ്ങൾ ഏതായാലും കളവ് പറഞ്ഞു. ആ കളവ് ന്യായീകരിക്കാൻ വേണ്ടി വീണ്ടും നിങ്ങൾ കളവ് പറഞ്ഞു. ചെറിയ മുണ്ടത്തിന്റെ പേരിൽ നിങ്ങൾ കളവ് പറഞ്ഞു. അതുപോലെ തന്നെ പറപ്പൂരിന്റെ പേരിൽ നിങ്ങൾ കളവ് പറഞ്ഞു. ഫലഅനത്തുല്ലാഹി അലൽ ഖാദിബീൻ എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് ഇനിയെങ്കിലും സൂറത്ത് ശുഅറാഇന്റെ അവസാന ഭാഗത്ത് സംഗീതം എന്ന വാക്ക് നിങ്ങൾ കാണിക്കണം. നിങ്ങൾ എഴുതിയത് സംഗീതമാണ്. കവിത ഞങ്ങൾക്ക് കേൾക്കണ്ട, പാട്ട് ഞങ്ങൾക്ക് കേൾക്കണ്ട. സംഗീതം എവിടെ? അതാണ് ഞങ്ങൾക്ക് കേൾക്കേണ്ടത്. അതുകൊണ്ട് അടുത്ത ഈ നന്ദിയിൽ നാളെ ഇവിടെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന മടവൂർ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ പ്രസംഗിച്ച വിശദീകരണത്തിലും പറഞ്ഞല്ലോ, അതിന്റെ പരിഭാഷ വായിച്ചു നോക്കിക്കോ. വായിച്ചു നോക്കാൻ കഴിയുന്ന ആളുകൾക്ക് അത് ഒട്ടിക്കാൻ കഴിയില്ലേ? ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടിക്ക്. പിന്നെ വിശുദ്ധ ഖുർആന്റെ പരിഭാഷ, അതിന്റെ സൂറത്ത് ശുഅറാഇന്റെ അവസാന ഭാഗത്തെ വാക്കും ചെറിയ മുണ്ടത്തിന് അടിക്കുറിപ്പും നിങ്ങൾ ഈ സാമാന്യ ജനത്തിന് കാണിച്ചു കൊടുക്ക്. എവിടെയാണ് ഇതിൽ സംഗീതമുള്ളത്? അള്ളാന്റെ ഖുർആനിൽ കളവ് പറഞ്ഞു, വീണ്ടും കളവ് പറയുന്നു. വിശദീകരണത്തിലും കളവിന്റെ വിശദീകരണം തീർന്നില്ല. നമ്മൾ ചോദിച്ചിരുന്നു, പിന്നെ എന്താ ചോദിച്ചത്? അടുത്ത ചോദ്യം എന്തായിരുന്നു? സഹാബിമാരുടെ വീട്ടിൽ അതിഥികൾ വന്നാൽ ഹാർമോണിയം കൊണ്ട് പാട്ട് പാടാറുണ്ട് ബുഖാരി. ആ ബുഖാരി എവിടെ? ബുഖാരി ഇങ്ങെടുക്കൂ, ഹദീസ് എടുക്കൂ. നമ്മൾ സംവാദത്തിൽ ചോദിച്ചിരുന്നു. ആദ്യത്തെ സംവാദത്തിൽ പറഞ്ഞു അടുത്ത ആഴ്ച തരാം. കരിമ്പ്രാക്കൽ മൗലവിക്ക് ഈ നാട്ടിലുള്ള മുഴുവൻ കാര്യം 915 എല്ലാ കള്ളക്കേസും ഒക്കെ പറയാൻ നേരണ്ട്. ഒരു ഹദീസ് എവിടെ? സമയമില്ല, അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ്, അടുത്ത ആഴ്ച നമ്മൾ പ്രതീക്ഷിച്ചു. അവസാനം അടുത്ത ആഴ്ച വന്നു, ബുഖാരിയിലും മുസ്ലിമിലും ഹദീസ് ഉണ്ട്, വായിക്കാൻ സമയമില്ല. വായിച്ചാൽ കൊടുങ്ങും. നിങ്ങളുടെ ഹാർമോണിയം ഉണ്ടാകൂല, സലാസുല്ലമി ഉണ്ടാകൂല, കരിമ്പ്രാക്കലും ഉണ്ടാകൂല, ആരും ഉണ്ടാകൂല. അവസാനം മർക്കസുദ്ദാവേല് ഹാർമോണിയം വായിച്ചിരിക്കേണ്ടി വരും. അവിടേക്ക് പോക്ക്. അതുകൊണ്ട് ഹാർമോണിയത്തിന്റെ തെളിവ് ഇവരിവിടെ പറയുന്നത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോ. ഹദീസിന്റെ നമ്പർ ശ്രദ്ധിച്ചോ. ഇൻഷാ അല്ലാഹ് നമ്മളത് വിശദീകരിച്ച് തരുന്നുണ്ട്. 5189 ഹദീസിൽ എഴുതി വെച്ചോ. 25 മറുപടി പറയാം, പറ്റുമെങ്കിൽ മറുപടി പറയാം. 5189 ഹദീസിൽ വളരെ വ്യക്തമായി കൊണ്ട് പറയുന്നു, കാലത്തിൽ ആശിറ സൗജി മാലിക്കുൻ വമാ മാലിക്കുൻ ഖൈറുൻ മിൻ ദാലിക എന്ന് പറഞ്ഞിട്ട് വഇദാ സമിഅന സൗതൽ മിസ്ഹർ. അതാ ഇമാം ഇബ്നു ഹജർ അൽ അസ്കലാനിയും ഇമാം നവവി അദ്ദേഹത്തിന്റെ ശറഹ് മുസ്ലിമിലും വിശദീകരിക്കുന്നത് ഈ സ്വഹാബിയുടെ വീട്ടിലേക്ക് ഇപ്പൊ പറയുന്നത് എന്താ അറിയോ? അത് എന്താ സ്വഹാബിയല്ല, ഇമാം മുസ്ലിം പറയുന്നു ഫളായിലു സ്വഹാബ എന്ന അധ്യായത്തിലെ ഹദീസ് ഉദ്ധരിക്കുന്നത്. ഇമാം മുസ്ലിം ഹദീസ് ഉദ്ധരിക്കുന്നത് ആയിഷ ബീവി, ഇമാം മുസ്ലിം ഹദീസ് ഉദ്ധരിക്കുന്നത് ഫളായിലു സ്വഹാബ.
എന്ന അധ്യായത്തിൽ ഉദ്ധരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ സ്വഹാബികൾ അങ്ങനെ ചെയ്തിരുന്നു. ഇത് വെറുതെ എന്തെങ്കിലും അങ്ങോട്ട് പറയാന്ന് മാത്രം. ഇത് വെറുതെ എന്തെങ്കിലും പറയില്ല. എന്നാൽ കേട്ടോ സഹോദരങ്ങളെ, ഇയാള് ഹദീസിന്റെ പിന്നെ ഒരു വാചകം വായിച്ചു, അതിൽ തന്നെ തട്ടിപ്പ്. എന്താ ഹദീസ് എന്ന് പറയും? ഇത് സുദീർഘമായ ഒരു ഹദീസാണ്. അഥവാ 11 സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാരെ സംബന്ധിച്ച് പറയുന്ന കാര്യമാണ് ഈ ഹദീസിലുള്ളത്. 5189 ഹദീസാണ്. അതിൽ 11 സ്ത്രീകളിൽ 10ാമത്തെ പെണ്ണ് പറയാണ്. എന്താ പറയണത്? സൗജി മാലിക്കുൻ വമാ മാലിക്കുൻ മാലിക്കുൻ ഖൈറും മിൻ ദാലിക ലഹും ഇബ്ലുൻ കസീറാത്തുൽ മുബാറകി ഖലീലാത്തുൽ മസാരിഹ് ഫഇദാ സമിഅന സൗതൽ മിസ്ഹർ ഐഖന്ന അന്നഹുന്നൽ ഹവാലികു. ഞാൻ അതിന്റെ അർത്ഥം പറഞ്ഞുതരാം. എന്റെ ഭർത്താവ് മാലിക്കാണ്. മാലിക് എന്ന് പറഞ്ഞാൽ അവരെക്കാളൊക്കെ അഥവാ മുമ്പ് പറയപ്പെട്ട 10 ആളുകളെക്കാളും ഖൈറുള്ള മനുഷ്യനാണ്. അയാൾക്ക് ഒരുപാട് ഇബിലുകളുണ്ട്, ഒട്ടകങ്ങളുണ്ട്. ആ ഒട്ടകങ്ങൾ അവരുടെ വീടിന്റെ അടുത്ത് തന്നെയാണ് അതിനെ കെട്ടിയിടാറുള്ളത്. അതുകൊണ്ട് വൈദാ സമിഅന സൗതൽ മിസ്ഹർ, മിസ്ഹറിന്റെ ശബ്ദം കേട്ടാൽ, മിസ്ഹറിന്റെ ശബ്ദം ഒട്ടകങ്ങൾ കേട്ടാൽ ഐഖന്ന, ആ ഒട്ടകങ്ങൾ വിചാരിക്കും അന്നഹുന്നൽ ഹവാലിക്കു, നമ്മൾ നശിച്ചതു തന്നെ. ഇതാണ് ഹദീസ്, ഹാർമോണിയത്തിന്റെ ഹദീസാണ്. ഇതിൽ എവിടെയാണ് സഹാബികൾ കേട്ടു എന്നുള്ളത്? ഇതിൽ എവിടെയാണ് സഹാബിമാർ കേട്ടു എന്നുള്ളത്? എവിടെയാണ് പാട്ടുപാടി എന്നുള്ളത്? ഇദാ സമിഅന സൗതൽ മിസ്ഹർ, മിസ്ഹറിന്റെ ശബ്ദം ഒട്ടകങ്ങൾ കേട്ടാൽ. എന്താ മിസ്ഹർ എന്ന് പറഞ്ഞാൽ? മിസ്ഹർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ഡിതന്മാർ അത് വിശദീകരിച്ചിട്ടുണ്ട്. അഥവാ അഥവാ വായിക്കുന്ന വീണ അല്ലെങ്കിൽ അതുപോലെയുള്ള വടികൾ. മാത്രവുമല്ല അതിനെ സംബന്ധിച്ചിടത്തോളം വിശദീകരിച്ചിട്ടുള്ളത് എന്താണ് ഈ ഭാര്യ പറയാൻ ഉദ്ദേശിക്കുന്നതെന്നും. അതായത് ഇമാം മുസ്ലിമിന്റെ ശർഹ് മുസ്ലിമിൽ കാണാം, അന്ന സൗജഹ അബ്വദ ഇലൈഹി ദാ നസല ബിഹി ളൈഫാനി, അതിഥികൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഭാര്യയുടെ ഭർത്താവ് എന്തു ചെയ്യും? തന്റെ ഒട്ടകങ്ങളെയൊക്കെ അടുപ്പിക്കും. എന്നിട്ട് നഹർ ലഹും മിൻഹ, ആ ഒട്ടകങ്ങളിൽ നിന്ന് അവർക്ക് അറുത്തു കൊടുക്കും. എന്നിട്ട് വഅസാറഹും ബഈദാനി വൽ മആസി വശറാബി, ആ ഒട്ടകങ്ങൾ അറുത്തു കൊടുക്കുക മാത്രമല്ല ഈ അതിഥികളായ ആളുകൾക്ക് കള്ളും അതുപോലെ തന്നെ സംഗീതോപകരണങ്ങൾ കൊണ്ട് മ്യൂസിക്കും കൊണ്ട് അവരെ സ്വീകരിക്കും. ഫൈദാ സമിഅത്ത് ഇൽ ഇബ്ലു, അങ്ങനെ സ്വീകരിക്കുന്നത് കേട്ടാൽ ഈ ഒട്ടകങ്ങൾ ഈ മ്യൂസിക്കിന്റെയും അതുപോലെ തന്നെ ഒച്ചയൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒട്ടകങ്ങൾ വിചാരിക്കും, ആ വീട്ടിൽ അതിഥികൾ വന്നിട്ടുണ്ട്, അതുകൊണ്ട് നമ്മുടെ കാര്യം കഴിഞ്ഞു. ഇതാണ് ഹദീസ്. ഇതിൽ എവിടെയാണ് സഹാബി? ഇയാൾ പറഞ്ഞത് സഹാബി അല്ല എന്ന് പറയും. ഇമാം മുസ്ലിം ഫളായിലു സഹാബല ഉദ്ധരിച്ചിട്ടുള്ളത്. ഓ മുസ്ലിയാരെ, ഇയാളൊരു മുസ്ലിയാരാട്ടോ, അതുകൊണ്ടാണ് മുസ്ലിയാരെ നിൽക്കുന്നത്. നിങ്ങൾക്ക് ഇതിലും നല്ലത് അള്ളാഹുവിന്റെ ഖുർആനിൽ കോട്ടിമാട്ടുന്നത് അല്ലെങ്കിൽ ഹദീസിൽ കോട്ടിമാട്ടുന്നത് നല്ലത്. നിങ്ങൾക്ക് ആ പഴയ ഖുറാഫാത്ത് തന്നെ നിൽക്കരുത്, ഇങ്ങോട്ട് പോരേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ഹദീസിൽ ഒട്ടകങ്ങൾ മിസ്ഹറിന്റെ ശബ്ദം കേട്ടാൽ എന്നാണുള്ളത്. മാത്രവുമല്ല മിസ്ഹർ എന്നിട്ടുണ്ടെങ്കിൽ പുല്ലാങ്കുഴി അതുപോലെ തന്നെ സംഗീതോപകരണം. ശരി, ഇനി ഹാർമോണിയം തന്നെ വെച്ചോ. ഹാർമോണിയത്തിന്റെ ശബ്ദം കേട്ടാൽ അവിടെ ഹാർമോണിയം മാത്രല്ല, ശറാബുണ്ട്, കള്ളുണ്ട്. അപ്പൊ സഹാബിമാർ കള്ളു കുടിച്ചു എന്നാണോ? നഊദു ബില്ലാഹ് സുമ്മ നഊദു ബില്ലാഹ്. പിന്നെ എന്താ ഇമാം മുസ്ലിം ഫളായിലു സഹാബയെ കൊടുക്കാൻ കാരണം? ആ ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹയാണ് ഉദ്ധരിക്കുന്നത്. ആ ഹദീസിന്റെ അവസാന ഭാഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഥവാ 11 സ്ത്രീകളെ സംബന്ധിച്ച് പറഞ്ഞപ്പോ അവസാനത്തെ സ്ത്രീയായിട്ടുള്ള ഉമ്മു സറഇനെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, കുൻതു ലക്കി കഅബി സറഇൻ ലി ഉമ്മു സറഇൻ, ഞാൻ നിനക്ക് ഉമ്മു സറഇന് അബീ സറഇന് ഉള്ളതുപോലെയാണ്. അപ്പൊ ഈ ഒന്നാമത്തെ പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കണം, ഇത് സ്വഹാബിമാർ അല്ല. ഈ 11 സ്ത്രീകൾ പറയുന്നത് റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ നടന്ന സംഭവം അല്ല. ആണെന്ന് തെളിയിക്കാൻ അബ്ദുസ്സലാം സുല്ലമി എഴുതി വിട്ടിട്ടുണ്ടല്ലോ. ഇത് അബ്ദുസ്സലാം സുല്ലമിയാണ് ഇത് എഴുതിയിട്ടുള്ളത്. പിന്നെ എന്തിനാ ഇമാം മുസ്ലിം ഫളായിലു സഹാബിൽ കൊടുത്തത്? അത് ആയിഷ ബീവിന്റെ ഫള് ഹദീസിലുണ്ട്. ആയിഷ ബീവിന്റെ ഫള് റസൂൽ പറഞ്ഞല്ലോ, എനിക്ക് നീ അബൂ സറൈനുള്ളത് പോലെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതാണ് ആയിഷ ബീവിയുടെ ഫള്. ആ ഫള് കൊടുക്കാനാണ് ഫളായിലു സഹാബി കൊടുത്തിട്ടുള്ളത്. അതല്ലാതെ സഹാബത്തിന്റെ കാലഘട്ടത്തിൽ നടന്ന സംഭവം അല്ല. ആണെന്ന് തെളിയിക്കാൻ അബ്ദുസ്സലാം സുല്ലമി എന്നല്ല, ലോകത്തുള്ള മുഴുവൻ മടവൂരികളെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. നിങ്ങൾ എന്താ വിചാരിച്ചത്?
മ്യൂസിക്കിന്റെ പേരിൽ കളവ് പറഞ്ഞിട്ട് അള്ളാന്റെ ഖുർആന്റെ പേരിൽ കളവ് പറയുന്നു നിങ്ങൾ, റസൂലുള്ളാഹിന്റെ പേരിൽ നിങ്ങൾ കളവ് പറയുന്നു, ഇമാം ബുഖാരിയുടെ പേരിൽ നിങ്ങൾ കളവ് പറയുന്നു. നിങ്ങൾക്ക് മ്യൂസിക് വായിക്കണം അല്ലെ? മാത്രമല്ല ഇനി കേട്ടോ, ഇത് ഒന്ന് മിസ്ഹർ എന്ന് പറഞ്ഞാൽ ഇനി സംഗീതമാണെങ്കിലും ഈ സംഗീതം ഉപയോഗിച്ചത് ആരാണ്? സഹാബിമാരല്ല. അവർ സംഗീതത്തിന്റെ കൂടെ കള്ളുപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹാബിമാർ കള്ളുപയോഗിച്ച് പാട്ടുപാടിയെന്ന് നിങ്ങൾ പറയുമോ നിങ്ങൾ? ഇനി മാത്രമല്ല രണ്ടാമത്തെ വിഷയം, ഇത് സഹാബിമാരല്ല, പിന്നെ ആരാണ് കേട്ടോ? ഇതിന്റെ വിശദീകരണത്തിൽ ഇബ്നു ഹജർ അസ്ഖലാനി വിശദീകരിച്ചിട്ടുണ്ട്. ഇവർ ആരാണ്? വഖഅ ഫീ റിവായത്തി ഇബ്നു അബി ഔസിൻ അൻ നബി അന്നഹുന്ന കുന്ന ഫിൽ ജാഹിലിയ്യ. ഇത് ജാഹിലിയ കാലഘട്ടത്തിൽ മുശ്രിക്കീങ്ങളുടെ പെണ്ണുങ്ങളാണത്, റസൂലുള്ളാഹിന്റെ സഹാബത്തിന്റെ പെണ്ണുങ്ങളല്ല. നിങ്ങൾ എന്താണ് നിങ്ങൾ വിശദീകരിച്ചിട്ടുള്ളത്? എന്താ സഹോദരങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്? റസൂലുള്ളാഹിന്റെ സഹാബത്തിന്റെ പെണ്ണുങ്ങളല്ല ഇത്. ഇനി മാത്രമല്ല, ഹദീസ് തുടങ്ങണത് എങ്ങനെ അറിയാം? ഹദീസ് തുടങ്ങണത് തന്നെ കേട്ടോ. ജലസ 11 ഇംറഅതൻ ഫതആഹദന വതആഖദന അല്ലാ യക്തുമന മിൻ അഖ്ബാരി അസ്വാജിഹിന്ന ശൈആ. 11 പെണ്ണുങ്ങൾ കൂടിയിരുന്നു, എന്നിട്ട് അവർ കരാറിലേർപ്പെട്ടു. എന്താ കരാറിൽപ്പെട്ടത്? തങ്ങളുടെ ഭർത്താക്കന്മാരെ സംബന്ധിച്ചുള്ള ഒരു ന്യൂനതയും ഞങ്ങൾ മറച്ചു വെക്കൂല. ഇത് സഹാബി വനിതകളാണോ? സഹാബി വനിതകൾ തങ്ങളുടെ ഭർത്താക്കന്മാരുടെ ന്യൂനത അങ്ങാടി പാട്ടാക്കുന്നവരാണോ? നിങ്ങൾ എന്താ സഹാബത്തിനെ പറ്റി മനസ്സിലാക്കിയത്? ആ സഹാബിത വനിതകളല്ല ഇത്. ജാഹിലിയ കാലഘട്ടത്തിലുള്ള സ്ത്രീകളുടെ ഒരു കഥയാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വിശദീകരിച്ചു കൊടുത്തതാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ റസൂലുള്ളാഹിന്റെ പേരിൽ നിങ്ങൾ കളവ് പറഞ്ഞു. സഹാബത്തിന്റെ ജാഹിലിയ കാലഘട്ടത്തിലുള്ള മുശ്രിക്കീങ്ങളായ കള്ളുകുടിയന്മാരായ ആളുകളെ നിങ്ങൾ സഹാബിമാരാക്കി. നഊദു ബില്ലാഹ്. ആയിഷ ബീവി നിങ്ങൾക്ക് സഹാബിയല്ല അല്ലെ? ഷീറിന്റെ ഹദീസ് ഉദ്ധരിച്ച സഹാബിമാർക്ക് സഹാബിമാരല്ലാത്ത ജാഹിലിയ കാലഘട്ടത്തിലെ കള്ളും കുടിച്ച് നടന്നിരുന്ന ആൾക്കാര് നിങ്ങൾ സഹാബിമാരെ പേരിൽ ചാർജ് ചെയ്യുന്നു. ഇത് അബ്ദുസ്സലാം സുല്ലമിയുടെ 5 റുപ്യന്റെ സംഗീതം, ഈ പുസ്തകം ഉണ്ടല്ലോ, ഇതിൽ അയാൾ വിശദീകരിച്ചിട്ടുള്ള എന്താ പറയുക നിങ്ങൾക്ക്? ഈ ഹദീസ് ഇയാൾ ഇതിലും കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടോ? സംഗീതവും നല്ല തബലും വീണിയും സംഗീതോപകരണം നിബിചര്യൻ. ഇത് കേട്ടാ ഇത് കണ്ടാൽ എന്താ തോന്നാ? റസൂലുള്ളാഹിക്ക് കാര്യമായി സുബഹിസ്കരിച്ച വീണ വായിക്കുക, ചെണ്ടമുട്ട, അതുപോലെ തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്നിട്ട് ഇങ്ങനെ ബാൻഡ് അടിക്കുക, ഉമർ റളിയല്ലാഹു അൻഹു വന്നിട്ടും പിന്നെ മദ്ദളം മുട്ടുക. കേട്ടോ എന്താ അതിൽ എഴുതിയിട്ടുള്ളത്? വീട്ടിൽ അതിഥികൾ വന്നാൽ പാട്ടുപകരണങ്ങൾ ഉപയോഗിക്കുന്ന പതിവ് ഈ സഹാബിക്കുണ്ടായിരുന്നു. ഏത് സഹാബി? സുല്ലമി. ഏത് സഹാബി? ആ സഹാബിയുടെ പേരെന്ന് പറയുന്നത് എന്താണ് നിങ്ങൾ എഴുതി വിട്ടിരിക്കുന്നത്? ഇതാണ് നിങ്ങളുടെ ഹാർമോണിയത്തിന്റെ ഹദീസ്. കണ്ടോ? നിങ്ങളുടെ അനുയായികൾ, മടവൂർ വിഭാഗത്തിൽപ്പെട്ട അനുയായികളെ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ നേതാവാണത്. അള്ളാന്റെ ഖുർആന്റെ പേരിൽ പച്ച നുണ എഴുതി വിടുക, റസൂലുള്ളാഹിന്റെ പേരിൽ പച്ച നുണ എഴുതി വിടുക. നിങ്ങൾക്ക് ഹാർമോണി ഉപയോഗിക്കണമെങ്കിൽ ഹാർമോണി ഉപയോഗിച്ചു, ഞങ്ങൾക്ക് അതിനെതിരല്ല. പക്ഷെ ഇസ്ലാമിന്റെ പേരിൽ പറ്റൂല. അള്ളാന്റെ ഖുർആന്റെ പേരിൽ ഹാർമോണി ഉപയോഗിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല. സംഗീതോപകരണങ്ങളെ സംബന്ധിച്ചതെന്താ? സംഗീതോപകരണം. ഇനി മാത്രമല്ല, ഇവിടെ ഹിസാമിനെ പറ്റി വലിയ വാള് പറഞ്ഞല്ലോ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഹാർമോണിയത്തിന്റെ കുപ്രസിദ്ധമായ ഹദീസിന്റെ സനദ് വായിക്കുമോ നിങ്ങൾ? അബ്ദുസ്സലാം സുല്ലമി, നിങ്ങൾ ഈ ആളുകളെ പൊട്ടീസാക്കിയല്ലോ. ഈ ഹാർമോണിയത്തിന്റെ ഹദീസിന്റെ സനദ് നിങ്ങളൊന്ന് വായിച്ചു കൊടുക്ക. അതാ ഞാൻ പറഞ്ഞു, ഹിസാമിനെ പറ്റി പറയുമ്പോ സൂക്ഷിച്ച് പറഞ്ഞു. ഞാൻ വായിച്ചുതരാം സനദ്. ഇവിടെ ഇയാൾ പറഞ്ഞല്ലോ 15-25 തീയതി മറുപടിയാ പറഞ്ഞത്. ശരിക്ക് പിടിച്ച് കീശയിലിട്ടോ. എന്താ പറഞ്ഞത്? قال حدثنا سليمان بن عبد الرحمن وعلي بن حجر قال اخبرنا عيسى بن يونس قال حدثنا هشام بن عروة عن عبد الله بن عروة عن عروة عن عائشة. നിങ്ങളിവിടെ ഹിസാമിനെ പറ്റി എന്തൊക്കെ പറഞ്ഞത്? ഹിസാം മുദല്ലിസാണ്, ഹിസാമിന്റെ ഹദീസ് സ്വീകരിക്കാൻ പറ്റൂല, ഹിസാമിന്റെ